ഓസ്ട്രേലിയൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളിയൊരു പെരുന്നാൾ കൂടാനാണ്. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് മലയാളികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പള്ളിയിൽ അങ്ങനെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ വണ്ടികളെല്ലാം അങ്ങനെ വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഘാടകരൊക്കെ ഇങ്ങനെ എല്ലാ വണ്ടികളും കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് ഇങ്ങനെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഒരു ക്യാമ്പസാണ്. അപ്പോൾ ഇതിനകത്ത് പല സ്ഥലത്തായിട്ടാണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും അകത്ത് കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് പോകാനായിട്ട് രൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ പ്രദക്ഷിണം ഇറങ്ങുന്നതാണ്. ഇത് ഹോളി നെയിം എന്ന് പറഞ്ഞ പേരിലുള്ള പള്ളിയാണ്. 1919 AD ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് തൂമ്പയിൽ ക്വീൻസ്ലാൻഡിൽ നിയർ ബ്രിസ്ബെയിനാണ് ഈ പള്ളി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ധാരാളം മലയാളികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അത് കാരണം കൊണ്ട് മുഴുവൻ പേരും ഏകദേശം മലയാളി. പിന്നെ മലയാളികൾക്ക് പെരുന്നാളായാലും എന്താഘോഷമായാലും ചണ്ട പരിപാടി ഇല്ലാതെ എന്ത് പെരുന്നാൾ. അപ്പോൾ ഈ ചേട്ടന്മാർ ബ്രിസ്ബെയിനിലുള്ളതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഇതിനകത്തൊരു 80% ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവരും മലയാളികളാണ്. അടിപൊളി കൊട്ട. നിങ്ങൾ അവരുടെ കൊട്ടൊന്ന് കാണാം. അങ്ങനെ പള്ളി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല ഇതൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പ്രദക്ഷിണം അത് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഫ്രണ്ടിലും ന്യായമായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല
കളർ ലൈറ്റുകളൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു രാത്രി കാണാൻ. അപ്പം പ്രദക്ഷിണം പതുക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഈ പുറകെ കാണുന്ന അടിപൊളി ഒരു ഓഡിറ്റോറിയമാണ് പള്ളി ഈ തവണ നമുക്ക് ഈ ആഘോഷത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ ഓസ്ട്രേലിയയിൽ തണുപ്പാണ്. അപ്പോൾ പുറത്ത് നിന്ന് അങ്ങനെ ഓപ്പൺ എയറിലൊക്കെ പരിപാടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അകത്ത് നിന്ന് എൻജോയ് ചെയ്യാൻ പാകത്തിന് ഒരു അടിപൊളി ഇൻഡോർ ഓഡിറ്റോറിയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടോ, എപ്പോൾ പെരുന്നാൾ കൂടിയാലും നമുക്ക് എന്തെങ്കിലും 2 സാധനം മേടിക്കണം. അതിന് വേണ്ടിയിട്ട് സംഘാടകർ ഹോളിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയണേ ടോയ്സിൻ്റെ ചെറിയൊരു ഷോപ്പ്, അതായത് പെരുന്നാളിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മേടിക്കണം. ഒന്ന് ബലൂണോ ഒരു തോക്കോ അല്ലെങ്കിൽ ഒരു കാറോ അങ്ങനെ എന്തെങ്കിലും, അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പാണിത്. പിന്നെ സംഘാടകർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോളിന് നല്ലൊരു സ്റ്റേജും അടിപൊളി സൗണ്ട് സിസ്റ്റവും നല്ല ലൈറ്റിംഗ് സിസ്റ്റവും അടിപൊളി സീറ്റിങ്ങും. ഇത് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ? എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തുള്ളത്? വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? പരിക്കോടിയുണ്ട്. എല്ലാവരുടെ സൺഷൈൻ കോസ്റ്റുകാരുടെ പ്രിയ ഞങ്ങളുടെ പ്രിയങ്കരനായ തോമസ് ഈ അച്ഛനൊന്ന് പരിചയപ്പെടുത്തി. തോമസ് അച്ഛനെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തും? ഒന്ന് പരിചയപ്പെടുത്തണേ, ടോണി ഒന്ന് പരിചയപ്പെടുത്തും. ഫാദർ തോമസ് അരിക്കുഴി നമ്മുടെ പാരിഷ് പ്രീസ്റ്റ് ആണ്. ഓസ്ട്രേലിയയുടെ എല്ലാം ക്യൂൻസ്ലാൻഡിൻ്റെ മാത്രമല്ല, നമ്മുടെ ഞാനൊക്കെ ആദ്യം ഉള്ള സ്ഥലത്ത് സൺഷൈൻ കോസ്റ്റിലൊക്കെ ആദ്യത്തെ കുർബാനയിലെ അച്ഛനാണ്. ലോങ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ബന്ധവും എന്റെ കല്യാണത്തിന് വരെ ആനിയുടെ വീട്ടിൽ നിന്ന് അന്വേഷിച്ച അച്ഛനാണ്. അവരുടെ മുറുക്കെ ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാമാണ് ഇനിയും ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ മാതൃവേദിയുടെ ഗാനം, അതിനുശേഷം നമ്മുടെ യൂത്തിൻ്റെ ഫ്ലാഷ് മോബ്, ദെൻ നമുക്ക് വലിയൊരു നാടകം, അത് ബ്രിസ്ബനിൽ നിന്നുള്ള നമ്മുടെ സഹോദരന്മാരാണ്. തോമസ് ലിയെ പറ്റിയുള്ള ഒരു വലിയ ഒരു നാടകമാണ് നടത്താൻ പോകുന്നത്. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. അത് എല്ലാവർക്കും ഇവിടെ എല്ലാ വർഷവും എല്ലാവരും വന്ന് സഹകരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പെരുന്നാളിലെ ആശംസകൾ നേരുന്നു. താങ്ക് യു. അങ്ങനെ കളിപ്പാട്ടക്കടയിൽ നല്ല തിരക്കായി. എല്ലാ കുട്ടികളും വന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാ ജനസമുദ്രമായിരുന്നു, അങ്ങോട്ട് അടുക്കാൻ കൊള്ളായിരുന്നു. അടിപൊളി.
സമയം കൊണ്ട് ഇവിടെ ബിരിയാണി പതുക്കെ വിളമ്പി തുടങ്ങി. ഈ പള്ളിയിലെ അംഗങ്ങളും കൈക്കാരന്മാരും പിന്നെ അല്ലാത്ത ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഈ തൂമ്പ സകല ആൾക്കാരും പള്ളിയായിട്ട് സഹകരിക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ എല്ലാവരും കഴിച്ച് സന്തോഷമായിട്ട് അങ്ങനെ പിരിഞ്ഞു. കഴിക്കണേ എന്താണ് പള്ളിയിലെ സ്നേഹത്തിന് എന്തായിരുന്നു? നല്ല ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നല്ല നാടകമായിരുന്നു. ഗാനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഫ്ലാഷ് മോബ് നല്ല ഫുഡ് എൻജോയ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി നമ്മുടെ പള്ളിയുടെ വക സ്നേഹം ഇരുന്ന് കഴിച്ചു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. പരിപാടികൾ ഇനിയും പുരോഗമിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്, അത് ഗാനമേളയാണ്. ഗാനമേളയോടുകൂടി അങ്ങനെ ഈ പെരുന്നാളിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാണ്. എല്ലാവരും